അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ അവിടെ മണ്ണിടിച്ചിലുണ്ടായില്ലേ, അന്ന് ആ നല്ല മഴ പെയ്ത സമയത്ത് ഇപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് പോണ വഴി ആകെ വൃത്തികേടാട്ടാ. മണ്ണ് അവരുടെ മൂന്ന് നാല് വീടിൻ്റെ സൈഡിലേക്കൊക്കെ മണ്ണയ്യും. അപ്പോൾ മണ്ണെടുക്കണ കാരണം അവിടെ ഭയങ്കരമായിട്ട് വൃത്തികേടാട്ടാ. അപ്പം നമ്മൾ വണ്ടിയും കൊണ്ട് അതിനോട് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ പണി അപ്പം തീരും. ആകെ ചെളിയാവും കേട്ടോ, അങ്ങനെ ആവും വണ്ടി. എന്നാലും ഇടയ്ക്ക് ഞാൻ പോവാറുണ്ട്. ഉമ്മാടത്തേക്ക് പോകുമ്പോൾ അതിൽ കൂടെ തന്നെയല്ലേ പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇടവഴി കൂടെ ഒക്കെ പോയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പതാക ഉയർത്തിയിരുന്നു. ഞാൻ നല്ലൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടതാട്ടോ. ഇത് കുഞ്ഞുൻ്റെ സ്കൂളിലത്തെ എന്താ പറയുക, ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടികളും ഡാൻസും കളികളൊക്കെ കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ പിടിച്ചു പോണ വഴിക്ക് കണ്ടപ്പോൾ പിന്നെ ഇത് ഇഷമോളുടെ സ്കൂളിലത്തെ കേട്ടോ. അത് ടീച്ചർമാർ നമ്മുടെ ഫോണിലേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയക്കൂല അവർ. അങ്ങനെ അയച്ചപ്പോൾ ഞാൻ അതിൽ നിർത്താട്ടോ. അപ്പോൾ അതിൽ നടുക്കിലത്തെ വരിയിൽ രണ്ടാമത്തെയാണ് ഇഷമോള് നിൽക്കുന്നത് കേട്ടോ. പിന്നെ എന്തെന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ്. ഇന്ന് രാവിലെ വണ്ടിയുടെ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു വണ്ടി കഴുകിയിട്ട്. നമ്മൾ ഈ വണ്ടിയുടെ മേലെ കൂടെ ഇടുന്ന കവറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കവർ ഇട്ടാലും അടിയിൽ നിന്ന് ഇങ്ങനെ തെറിക്കുന്ന മണ്ണും, പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ ആകെ ചെളിയാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വണ്ടി എനിക്ക് കൊണ്ടുപോകാൻ വരെ നാണക്കേടായി തുടങ്ങിയിട്ട് ചെളി കണ്ടിട്ട് ആകെ ചെളിയായിരുന്നു. വണ്ടിയുടെ സൈഡിലേക്കൊക്കെ തെറിച്ചിട്ടും വണ്ടി കഴുകാണ്ട് കുറേ ദിവസമായി വണ്ടി കഴുകിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വണ്ടി കഴുകാൻ നിന്നിട്ട് ഒരു പണിയും ചെയ്തിട്ടില്ല. ഇന്ന് ഭയങ്കര മടിയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല മടിയുള്ള ദിവസമായിരുന്നു പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഒരു 10:30 10:45 വരെ അവിടെ അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും സ്കൂളിൽ പോയിട്ടില്ല. ഏട്ടത്തിന് പനിയാണ്. ഇന്നലെ ഭയങ്കര ഉത്സാഹമായിരുന്നു. വെള്ളമുടുപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് സ്കൂളിലേക്കൊക്കെ പോയി. പക്ഷേ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരിക, പിന്നെ ഭയങ്കര മൂക്കടപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡ്രസ്സ് മാറിയതാ പറഞ്ഞേക്കാന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി അവൾക്ക് തീരെ വയ്യായിരുന്നു, കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ പുസ്തകത്തിലേക്കൊക്കെ നോക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞയച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്കും കൂടി അത് പകരും. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അന്ന് പോകണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല സന്തോഷമായി ഇല്ലേ. അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിട്ടാ. പിന്നെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പാട്ട് അപ്പോൾ കൂടും. അല്ലെങ്കിലേ നമ്മുടെ വീട്ടിൽ ഏത് നേരം പാട്ട് പാടിയിട്ടാണ്. വയ്യാതെ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പാട്ട് കൂടുതലാണ്. ലോകത്തില്ലാത്ത പാട്ടൊക്കെ പാടും. ഏതൊരു കാര്യം കണ്ടാലും അതിനെ കുറിച്ചിട്ടും പാട്ടുണ്ടാക്കും. അങ്ങനെ വായ തോന്നിയതൊക്കെ പാടൂട്ടാ. ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എന്താ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കും ചെറുപ്പത്തിൽ എപ്പോഴും പനിയാവും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട്, തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ഇക്കാക എന്നെ പനീന്ന് വിളിക്കുക, പനിക്കുട്ടീന്ന് വിളിക്കുകയുള്ളൂ. അങ്ങനെയായിരുന്നു. അപ്പോൾ പനി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ കണ്ണടച്ച് കിടന്നിട്ട് എല്ലാ പാട്ടും പാടും കേട്ടോ. അതേ സ്വഭാവം ഇഷമോൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവളിന്നിങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഓർമ്മ വന്നു കേട്ടോ. എന്തൊക്കെ പാട്ടാണ് ഈ പാടുമ്പോൾ. പിന്നെ മൈക്കയിലാ പാടുന്നുള്ളൂ. ഇപ്പോൾ അവൾക്കൊരു മൈക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടല്ലോ, അതിലാ പാടുന്നത്. നമ്മൾ വെറുതെ കണ്ണടച്ച് കിടന്നിട്ട്, കണ്ണ് തുറക്കാൻ പറ്റില്ല, കണ്ണ് തുറന്ന് അപ്പോൾ കണ്ണിന്ന് വെള്ളം വരും. അപ്പോൾ കണ്ണടച്ച് കിടന്നിട്ട് ഇങ്ങനെ പാട്ട് പാടും കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസ്മേരി വാട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോസ്മേരി വാട്ടർ ഉപയോഗിക്കുമ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. നമുക്കിവിടെ എൻ്റെ മുടി ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുടികൾ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെയൊക്കെ നരച്ചുകൂട്ട എൻ്റെ മുടി. അത് മുടി 26 27 വയസ്സിൽ തുടങ്ങിയിട്ടാണ് നരക്കില്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതും ഈ തെറ്റത്തൊക്കെ നരയ്ക്കുള്ളൂ, ഉള്ളിലൊന്നുമില്ല നരക്കില്. നമ്മുടെ ഈ കുഞ്ഞു മുടി വരണത് വരെ നരച്ചിട്ടൊക്കെ വരണത്. അപ്പോൾ അത് കാരണം കുഴപ്പമൊന്നുമില്ല, വയസ്സായി തുടങ്ങിയില്ലല്ലോ. അപ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ താരന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. താരൻ നല്ലോണം പോകുന്നുണ്ട്. നമുക്ക് ഈ സംഭവം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, തലയിൽ സ്പ്രേ ചെയ്ത് നന്നായി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുടി ഡ്രൈ ആയിട്ട് നമ്മൾ ചീന്തുന്ന സമയത്ത് നന്നായി താരം പോരുന്നുണ്ട് കേട്ടോ. സാധാ ചെറുപ്പിൽ തന്നെ ചീന്തുമ്പോൾ താരം പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും റോസ്മേരി വാട്ടർ സൂപ്പറാണ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കിക്കോ. ഞാൻ കുറേ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ, പക്ഷെ മറക്കുകയാണ്. എപ്പോഴും അത് പറയണമെന്ന് വിചാരിക്കും, പിന്നെ മറക്കും. ഇന്ന് ഓർത്ത് വെച്ചിട്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ചോറും കറിയൊക്കെ ആയി. എന്താ കറി? ചെമ്പല്ലി. ഇന്ന് നമുക്ക് ചെമ്പല്ലി മീനാണ് കേട്ടോ. മീൻ കറിയാണ്. ഇവിടെയൊക്കെ ചെമ്പല്ലി എന്നതിന് പറയാം, ചുവന്ന കളറിലുള്ള മീൻ. ചിലവരതിന് കിളിമീൻ, കിളിമീൻ എന്നൊക്കെ പറയും. ഇവിടെ ചെമ്പല്ലി എന്ന് പറയുക. അതാ മേടിച്ചിട്ടുണ്ട്. അത് കറി വെച്ചിട്ടുണ്ട്, പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് ചെയ്തു. ഇവളുടെ അടുത്തല്ലേ ഞാനും കിടക്കണത്. അപ്പോൾ ഇവൾക്ക് ജലദോഷമായപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ ഒരു ലാഞ്ചന ഇക്കുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കുളിച്ചപ്പോഴാണ് എനിക്കൊന്ന്
ഇത് കിട്ടിയേക്കണം കേട്ടോ. അപ്പോൾ കുറേ പണികളുണ്ടായിരുന്നു. എനിക്ക് രാവിലെ കുളിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ രാവിലെ കുളി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെയും എന്തോ പോലെ തോന്നുള്ളൂ. അത് കാരണം എനിക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിക്കുന്നതാട്ടൊക്കെ ഇഷ്ടം. രാവിലെ കുളിക്കണം എന്ന് ഞാൻ ഇന്ന് രാവിലെ അപ്പുറത്തെ വീട്ടിലത്തെ താത്താടൊക്കെ പറഞ്ഞു ഞാൻ ഒന്ന് പോയി കുളിക്കട്ടെ, കുളിച്ച് കഴിഞ്ഞിട്ട് പണികളൊക്കെ ചെയ്യണുള്ളൂ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി മീൻ നന്നാക്കാണ്ട്. അപ്പോൾ പിന്നെ കുളിച്ചിട്ട് പിന്നെ മീൻ നന്നാക്കണ്ടേ തോന്നി. അപ്പോൾ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിച്ചോളൂ കേട്ടോ. ചില ദിവസം അങ്ങനെ ഒരു ഉഷാറുണ്ടാവില്ല നമുക്ക്. എന്താ അസുഖം ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കിട്ടില്ല. ഭയങ്കര ക്ഷീണം, കിടക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. കിടന്നാൽ മതി, കുറച്ച് നേരം ഉറങ്ങിയാൽ മതി എന്നൊക്കെ തോന്നും. പക്ഷെ ഉറങ്ങൊന്നുമില്ല, പക്ഷെ കുറേ നേരം കിടക്കണം എന്നൊക്കെ തോന്നുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളിലെ ഒരു ദിവസമായിരുന്നു ഇന്നിങ്ങനെ. എന്താ പറയുക, എന്താണാവോ അത് ഭയങ്കര ക്ഷീണം. ഇനിയിപ്പോൾ ഡോക്ടറെ കാണാൻ പോവാ. തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും രക്തമില്ലാണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ചിലപ്പോൾ ബ്ലഡ് കുറവായാലുണ്ടാവും. പിന്നെ എന്താ പറയുക, ഉള്ളിൽ പനി ഉണ്ടെങ്കിൽ ഉണ്ടാവും. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയാലും എന്താ പറയുക, ഫുള്ള് ചെക്ക് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. അത് കാരണം പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ കുഴച്ചിലും മറിച്ചിലും വരുമ്പോൾ ഞാൻ പോവാറുണ്ട്. ഒതുങ്ങിയിരിക്കും മോളെ. ഇപ്രാവശ്യം പോയിട്ടില്ല. കുറേ നാളായി ഡോക്ടറെ കണ്ടിട്ട്. വർഷാപ്പിൽ കയറ്റാറായിട്ടുണ്ട് നമ്മളതിനൊന്ന്. അപ്പോൾ തൈറോയിഡിൻ്റെ ഗുളിക ഇങ്ങനെ കഴിയുമ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല. ഇന്നലേക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു. അത് കാരണം ഞാൻ വീഡിയോ ഇട്ടില്ല കേട്ടോ. ഇന്നലെ രാവിലെ തന്നെ പോയി, പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പം തന്നെ വന്നു കേട്ടോ. വേഗം വരികയൊക്കെ ചെയ്തു. പിന്നെ ഇന്നും വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഇന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഒരു ഉഷാറില്ല. പിന്നെ ഇവൾക്ക് ഒരു പനിയുടെ അതൊക്കെ ആയപ്പോൾ പിന്നെ സമാധാനമില്ല. പിന്നെ ഈ കുഞ്ഞുവിൻ്റെ വയറുവേദനയൊക്കെ മാറിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുവിൻ്റെ വയറുവേദന കുറവായിട്ട്, വയറുവേദന രണ്ടാമതും ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ തേൻ കൊടുത്തപ്പോൾ ശരിയായിട്ട് താത്ത പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലത്തെ താത്ത പറഞ്ഞു തേൻ കൊടുത്തു നോക്ക്, ചിലപ്പോൾ നിൽക്കും പറഞ്ഞു. അപ്പോൾ തേൻ കൊടുത്തപ്പോൾ വയറുവേദന നിന്നു കേട്ടോ, പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയണ്ടേ. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു എന്താ പാമ്പ് മേലേക്ക് വീണില്ലേ, രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. എന്തായാലും അതന്നെയാണ്, ഭാഗ്യം കൊണ്ട് തന്നെയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. വെള്ളിക്കെട്ടനാന്ന് തോന്നുന്നു ആ പാമ്പ്, ചെമ്മരി പാമ്പ് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചാടി. സംഭവം നല്ല നീളം എൻ്റെ കൈയിൻ്റെ അത്ര നീളമുള്ളൂ. പക്ഷെ വണ്ണം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ചാടിയിട്ട് എനിക്ക് അന്ന് തുടങ്ങിയതാണ് ഭയങ്കര ഒരു പേടിക്ക് കയറിയിട്ടേ. അങ്ങനെ അന്ന് പിടിച്ചതാണ് മനസ്സിനൊരു സുഖമില്ലാത്തൊരു ഇത്. ആദ്യമായിട്ടാ മേത്തേക്ക് പാമ്പ് ചാടുന്നത്. പാമ്പിനെ കണ്ടിട്ടുണ്ട്, കൊന്നിട്ടൊക്കെ ഉണ്ട് ഞാൻ. പക്ഷെ എന്താ ഇങ്ങനെ മേത്തേക്ക് ചാടിയപ്പോൾ ആകെ പേടിച്ചു കേട്ടോ. പല്ലി വരെ മേലേക്ക് ചാടിയാൽ എനിക്ക് പേടിയാ. പല്ലിയായാലും കൂറയായാലൊക്കെ മേത്തേക്ക് ചാടി കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നിന്ന് ചാടും. അത് കാരണം പേടിയാണ്. അപ്പോൾ പാമ്പായ പിന്നെ പറയണ്ട. സ്വതവേ പാമ്പിനെ ഭയങ്കര പേടിയാണ്. പാമ്പിനെ പട്ടീനൊക്കെ ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കൂലേ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇഷമോളോട് ഒന്ന് കുരയ്ക്കുന്നുണ്ട്, അവൾക്ക് വിശക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ചോറ് വയ്ക്കട്ടെ. നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അതിലേക്ക് എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.